വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പള്ളി അഴിയൂർ മാഹി ബൈപ്പാസിൻ്റെ ഓപ്പോസിറ്റ് വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള കുഞ്ഞിപ്പള്ളി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ നേരത്തെ 6 വരിയുടെ ചില ഭാഗങ്ങളൊക്കെ താറിയതാണ്. ഇപ്പോൾ സർവീസ് റോഡിലൂടെ വൺ സൈഡിൽ സർവീസ് റോഡിലൂടെ ഇരു സൈഡിലും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ദേശീയപാത അതിൻ്റെ മുകളിലുള്ള താറിങ്ങൊക്കെ ഇളക്കിയിട്ട് മണ്ണടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് ഭാഗങ്ങളിൽ ഇരു സൈഡിലും RE പാനലുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് വൺ സൈഡിൽ ഓൾറെഡി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. വൺ സൈഡിൽ ഇനി സ്ഥാപിക്കാൻ കുറച്ച് ബാക്കിയുണ്ട്. നേരത്തെ കുറച്ച് സ്ഥാപിച്ചതായിരുന്നു. അപ്പം നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തുള്ള കുഞ്ഞിപ്പള്ളി പള്ളിയോട് ചേർന്നുള്ള ഒരു അണ്ടർ പാസേജാണ്. ഈ ഒരു അണ്ടർ പാസേജിൻ്റെ 6 വരിയുടെയും കോൺക്രീറ്റ് ഇപ്പോൾ പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അതിൻ്റെ RE പാനലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മണ്ണ് അടിച്ച് ഉയർത്താനുണ്ട്. ഈ കാണുന്ന നടുവിലുള്ള ഭാഗത്തൊക്കെ പഴയ ദേശീയപാതയായിരുന്നു. അപ്പോൾ മണ്ണടിക്കാനുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത്. മഴയായതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ജൂലൈ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ മണ്ണ് അടിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാരണം നല്ല ശക്തമായ കാലവർഷമായതുകൊണ്ട് തന്നെ മണ്ണ് എടുക്കാനുള്ള എക്സ്കവേഷൻ ചെയ്യാനുള്ള പെർമിഷനൊന്നും ലഭിക്കില്ല. അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ് കുഞ്ഞിപ്പള്ളിയുടെയും മുക്കാളിയുടെയും ഇടയിലുള്ള ഭാഗത്തുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ കോൺക്രീറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട്. ആ ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗങ്ങളിൽ മാത്രം കോൺക്രീറ്റ് റോഡും ബാക്കിയുള്ള ഭാഗങ്ങളിൽ 6 വരി മറ്റ് താറിങ്ങുള്ളത്. ശക്തമായ മഴക്കാലത്താണ് ഇന്ന് കുറച്ചൊക്കെ വെയിലുണ്ടായിരുന്നെങ്കിലും വൈകിട്ടാകുമ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങിയത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ 3 വൈകിട്ട് 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ നമ്മളിന്ന് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് മഴ പെയ്യില്ല എന്നൊരു ഇതോട് കൂടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ കാലാവസ്ഥ കണ്ടിട്ട് ഏത് സമയവും മഴ പെയ്യും എന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ മുക്കാളിയിൽ നിന്ന് ചോമ്പാല ഭാഗത്തേക്ക് പോകുമ്പോൾ ചോമ്പാലയുടെ ആ ഒരു ഭാഗത്തും ഒരു അണ്ടർ പാസേജ് ഉണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അന്യസംസ്ഥാന വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് നല്ല ചുവന്ന മണ്ണാണ് ഈ ഭാഗങ്ങളൊക്കെ അടിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ അണ്ടർ പാസേജിൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് ഇപ്പോൾ ഇവിടെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തൊരു റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു കൾവേർട്ടും വരുന്നുണ്ട്. ആ കൾവേർട്ടിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഭാഗത്തും അപ്രോച്ച് റോഡിൻ്റെ കുറച്ചൊക്കെ RE പാനലുകൾ സ്ഥാപിച്ചു. കുറച്ച് മണ്ണൊക്കെ അടിച്ചു. ഇനിയും ഇവിടെയും ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണ് ഇനി എന്തായാലും മഴയൊക്കെ ഒന്ന് മാറി നിന്നതിന് ശേഷം മാത്രമേ മണ്ണെടുക്കാനുള്ള ഒരു പെർമിഷനൊക്കെ കളക്ടർ മൊത്തത്തിൽ ഇപ്പോൾ മണ്ണെടുക്കുന്നത് അതേപോലെ എല്ലാ കാര്യങ്ങളും താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ നമ്മളെ കണ്ണൂക്കര ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത ആ ഒരു പ്രദേശമുണ്ട്. ആ ഒരു പ്രദേശത്താണുള്ളത്. ഇവിടെയൊക്കെ റോഡ് ഇടുങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. 3 വരിയാണ് നേരത്തെ താറിയത്. ആ താറിയതിന് ശേഷം പിന്നീട് ഒന്നും ചെയ്തില്ല. കാരണം ഈ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗമൊക്കെ ഇടിഞ്ഞതിന് ശേഷം അതിൻ്റെ സോയിൽ നെയിൽ ചെയ്യണോ കോൺക്രീറ്റ് വാൾ നടത്തണോ എന്നൊക്കെ അതിൻ്റെ ഒരു തീരുമാനം. എന്തായാലും സോയിൽ നെയിലിംഗ് ഇനി ഇവിടെ പ്രാവർത്തികമല്ല എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് കണ്ണും പൂട്ടി പറയും. കാരണം അത്രയും ഉറപ്പില്ലാത്ത മണ്ണാണ്. ആ ഉറപ്പില്ലാത്ത മണ്ണ് ആയതുകൊണ്ട് തന്നെയാണ് സോയിൽ നെയിലിംഗ് ചെയ്തത്. അങ്ങേയറ്റം കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞ് കംപ്ലീറ്റ് താഴോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി സോയിൽ നെയിലിംഗ് ഇവിടെ പ്രാവർത്തികമല്ല. അതോടൊപ്പം തന്നെ വടകര പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു കണ്ണൂക്കര അതേപോലെ മടപ്പള്ളി വടകര നമ്മളെ CM ഹോസ്പിറ്റൽ നമ്മുടെ ആശാ ഹോസ്പിറ്റലിന് തൊട്ട് മുന്നേയുള്ള ഈ ഒരു പ്രദേശം ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്യുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടും ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നമ്മളെ കണ്ണൂക്കര ഭാഗത്തുനിന്ന് ഇതൊക്കെ കുറച്ച് ഒരു വർഷം മുന്നേ ഒരു 2 വർഷം മുന്നേ 3 വരി താറിങ് ചെയ്തതാണ്. അതേപോലെ തന്നെ അടുത്ത 3 വരിയും താറിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ RE പാനലുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടത് കൊണ്ട് തന്നെ 3 വരിയിലൂടെ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ സഞ്ചരിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ സർവീസ് റോഡിലൂടെയും ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മളെ കണ്ണൂക്കര
ഭാഗത്തുള്ള അണ്ടർ പാസേജാണ്. ഈ കണ്ണൂക്കര ഭാഗത്തുള്ള അണ്ടർ പാസേജ്, അതായത് നമ്മളെ ഉഞ്ചിയം ഭാഗത്തൊക്കെ സഞ്ചരിക്കാനുള്ള ആ ഒരു അണ്ടർ പാസേജാണ്. ആ അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ കോൺക്രീറ്റിങ് നേരത്തെ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 വരിയുടെ കോൺക്രീറ്റിങ്, അതിൻ്റെ ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റിങ് ചെയ്യാനുള്ള വർക്കാണ്. ബേസ്മെൻറ്റ് ഓൾറെഡി കോൺക്രീറ്റ് ചെയ്തു. ഇനി സൈഡ് ആണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അതിൻ്റെ ഭിത്തികളാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ഇവിടെയൊക്കെ വളഞ്ഞ് തന്നെയാണ് സർവീസ് റോഡും അതോടൊപ്പം തന്നെ പഴയ ദേശീയപാതയൊക്കെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അങ്ങേയറ്റം ഒരു പരുവത്തിലായിട്ടാണ് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ മഴക്കാലത്ത് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് തന്നെ വടകരയിൽ നിന്ന് നമ്മൾ ഈ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഏകദേശം 3 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നമ്മൾ 4 മണിക്ക് ആ ഒരു സമയത്തായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയത് 7 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ആ ഒരു വീഡിയോ ലൈവായിട്ട് ചെയ്യാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ 7:30 അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ പ്രതീക്ഷിച്ച സമയത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റൊന്നുമല്ല, നമ്മളെ ശക്തമായ ട്രാഫിക് ബ്ലോക്കും അതിനിടയിൽ മഴ. അപ്പം ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാഫിക് ബ്ലോക്കും അതോടൊപ്പം തന്നെ മഴയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. പൊതുവേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ലൈൻ ക്രോസിന് പൊതുവേ നമ്മളൊരു സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗം, അതായത് മടപ്പള്ളി കോളേജിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രദേശമാണ്. ഇവിടെയും റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വീടിൻ്റെ ഇവിടെ ഉള്ളൊരു വീടുണ്ട്, ആ വീടിൻ്റെ മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മടപ്പള്ളി കോളേജിന് തൊട്ട് മുന്നേയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയും 3 വരിയാണ് താർ ചെയ്തിട്ട്, പിന്നെ അടുത്ത 3 വരി താർ ചെയ്യാൻ ഇവിടെ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും കോൺക്രീറ്റ് വാളോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ തുടർ പ്രവൃത്തി ഇവിടെ നടത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനൊരു തീരുമാനമാകുന്നതുപോലെ ഇതിങ്ങനെ അനിശ്ചിതമായി തുടരും. അപ്പോൾ നമ്മുടെ മടപ്പള്ളി കോളേജ്, അതേപോലെ തന്നെ പോപ്പുലറിൻ്റെ ഷോറൂം, സർവീസ് സെൻറ്റർ, അതിൻ്റെയൊക്കെ ഭാഗത്താണ് നമ്മളിത്. ഇവിടുന്ന് റോഡ് നമ്മളെ പഴയ റോഡിലോട്ട് വീണ്ടും ഡൈവേർട്ട് ആകുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ മഴ പെയ്ത് നല്ല രീതിയിൽ ചളിയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്ക് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തു കൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. നമ്മൾ വടകരയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കാണ്. ഇപ്പം മടപ്പള്ളി ഭാഗങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഹൈവേയിലൂടെ, അതായത് നമ്മളെ കരിമനപ്പാലം പുതിയ ബസ് സ്റ്റാൻഡ് ആ ഒരു ഭാഗത്തു കൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഈ മാഹി ഭാഗത്തേക്ക് മാഹി കുഞ്ഞിപ്പള്ളി ഭാഗത്തൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് സത്യം പറയാം കരിമനപ്പാലത്ത് നമ്മളെ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തോ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ചെറിയ വാഹനങ്ങൾക്ക്, കാർ ഉൾപ്പെടെയുള്ള ബൈക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് അത്തരത്തിൽ സഞ്ചരിക്കുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും ഗുണകരം. ട്രാഫിക് ബ്ലോക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അത്തരത്തിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ദേശീയപാതയിൽ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കാണ്. മഴ പെയ്തതോടുകൂടി റോഡുകളൊക്കെ കംപ്ലീറ്റ് കുണ്ടും കുഴിയും വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ ഈ ഒരു കുഞ്ഞിപ്പള്ളി ആ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഒരു ദിവസം ദേശീയപാതയിലെ സർവീസ് റോഡിലെ കുണ്ടിനകത്ത് വീണുകൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ കുണ്ടാണ്, ഒരു രക്ഷയില്ലാത്ത കുണ്ടിനകത്ത് അദ്ദേഹം ഓട്ടോ വീഴുകയും അങ്ങനെ ഓട്ടോ കുണ്ടിൽ വീഴുകയും വണ്ടി മറിയുകയും അതിനുശേഷം മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ നാദാപുരം റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. നാദാപുരം നമ്മുടെ ഊരാളുങ്കൽ എൻ്റെ ഓഫീസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. പഴയ ദേശീയപാത അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നിലനിർത്തിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങൾ ടാർ ചെയ്തിട്ടുണ്ട് എന്നതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പഴയ ദേശീയപാതയും അതിന് മുന്നേയുള്ള പഴയ ദേശീയപാതയൊക്കെ ഇവിടെ സമാന്തരമായി കിടക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ പിന്നെ നമ്മൾ ആ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഞാനും ഒരു കണ്ണൂർ ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ അതേ ആ കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വീണുകൊണ്ട് വണ്ടിയുടെ പുതിയ ടയർ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ കൂറ്റൻ കുണ്ടുകൾ നമ്മൾ ദേശീയപാതയിൽ സർവീസ് റോഡിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വടകര, കൈനാട്ടി, ഈ അഴിയൂർ, കുഞ്ഞിപ്പള്ളി ഭാഗങ്ങളിൽ. അതുകൊണ്ട് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ വെള്ളക്കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു കുണ്ടുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. മറ്റൊന്നല്ല ഒരു വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളെ ഈ വെള്ളത്തിൽ കൂടിയൊക്കെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് സ്കൂട്ടി, ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾ കൃത്യമായി വെള്ളത്തിലൂടെ സ്പീഡിൽ പോകാൻ പാടില്ല. 10 or 20 സ്പീഡിലേ പോകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ പരമാവധി വെള്ളത്തിൽ ഇറങ്ങാത്ത രീതിയിൽ പോകുക. കാരണം വെള്ളത്തിനടിയിൽ കുണ്ടുണ്ടോ എന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതി പല അവസരത്തിൽ അപകടം നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അപ്പോൾ പരമാവധി മഴക്കാലത്ത് സർവീസ് റോഡിലുള്ള വെള്ളത്തിൽ ഇറക്കാതെ നോക്കുക. ഇനി ഇറങ്ങുകയാണെങ്കിൽ
വളരെയധികം സ്പീഡ് കുറച്ചുകൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പയ്യോളിയിൽ ഒരു ലോങ് എവിടുന്നോ കൊല്ലത്തുനിന്ന് എവിടുന്നോ അവർ വരുന്ന ഒരു ട്രാവലറാണ് തോന്നുന്നു, വെള്ളക്കെട്ട് കണ്ടിട്ട് ആ വെള്ളക്കെട്ടിനകത്ത് ഒരു ആളെ വണ്ടിയിൽ നിന്ന് ഇറക്കിയതിന് ശേഷം കുട കൊണ്ട് കൊണ്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ട്രാവലർ ആ വെള്ളത്തിലൂടെ ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മറ്റൊന്നല്ല, വണ്ടിയുടെ അടിഭാഗം തട്ടിയിട്ട് പിന്നെ വർക്ക്ഷോപ്പിൽ വേറെയും പൈസ കൊടുക്കാൻ കഴിയില്ല എന്ന കൃത്യമായിട്ടുള്ള ഉദ്ദേശം കാരണം തോന്നുന്നു. അപ്പോൾ ആ ഒരു നേരിട്ടുള്ള കാഴ്ചയൊക്കെ നമ്മൾ കാണുകയുണ്ട്. അത് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോനകത്ത് നമ്മൾ പയ്യോളിയിലുള്ള ദേശീയപാതയുടെ വീഡിയോനകത്ത് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതാണ് നമ്മളെ കാഴ്ച. അപ്പോൾ നമ്മളെ നാദാപുരം റോഡൊക്കെ കഴിഞ്ഞു. നമ്മൾ കൈനാട്ടി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്. കൈനാട്ടി ഭാഗത്ത് സഞ്ചരിക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇവിടെയും എടുത്തു പറയുന്ന മാറ്റം. മറ്റ് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെയും അതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഡ്രൈനേജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള കൈനാട്ടി ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. ഈ ഫ്ലൈ ഓവർ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞു. എന്താണ് ഇത്ര മന്ദഗതിയിൽ പോകുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ നോക്കി ഇപ്പോൾ ഇവിടെയുള്ള ഗേഡറിൻ്റെ മുകളിൽ ഇപ്പോഴും 12 ഗേഡറിൻ്റെ മുകളിൽ ഇപ്പോഴും കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയാണ്. വാഗാട് സത്യം പറയണ ആ ഒരു ഭാഗത്ത് നമ്മൾ കുറ്റം പറയാതിരിക്കാൻ വേറെ നിർവ്വഹില്ല. ആരോടോ വൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് സത്യം പറയാൻ ഈ കൈനാട്ടി ജംഗ്ഷനിൽ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് വർക്ക് എടുക്കുന്നത്. ഓരോ 6 ഗേഡർ ഒരു വർഷമാണെങ്കിൽ അടുത്ത വർഷം 6 ഗേഡർ, അതിൻ്റെ അടുത്ത വർഷം 6 ഗേഡർ, അങ്ങനെയാണോ കോൺക്രീറ്റ് ചെയ്യാൻ വാഗാട് ഉദ്ദേശം. വളരെ ലേഖായിട്ടാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നത്. നമ്മൾ കുറ്റം പറയാൻ മറ്റൊന്നല്ല. പല ആൾക്കാർ ചില അവസരത്തിൽ നമ്മൾ വാഗാടിനെ കുറ്റം പറഞ്ഞു പോകും. ആരോടും നമ്മൾ സ്ഥിരമായിട്ട് ദേശീയപാതയുടെ വീഡിയോ എടുക്കുന്ന ആരോട് കുറ്റം പറഞ്ഞു മറ്റൊന്നല്ല. നമ്മൾ ഒരു വെങ്ങളം മുതൽ നമ്മൾ മടപ്പള്ളി വരെ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗാണ്. നമ്മൾ മടപ്പള്ളി വരെയുള്ള പ്രദേശങ്ങളിൽ ഒരു ഫ്ലൈ ഓവർ, ഒരു അണ്ടർ പാസേജ് ഒന്നും തുറന്നു കൊടുക്കാൻ, അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് തുറന്നു കൊടുക്കാൻ വാഗാടിന് എവിടെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറ്റം പറയേണ്ടി വരുന്നത്. മഴക്കാലത്തൊക്കെ ആളുകൾ അങ്ങേയറ്റം ദുരിതപൂർണമായ യാത്ര നടത്തേണ്ടി വരുന്ന പല അവസരത്തിലും അത്തരം സാഹചര്യങ്ങൾ വാഗാട് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ നമ്മൾ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിനൊക്കെ ഇപ്പോൾ ഈ കൈനാട്ടി ഭാഗത്ത്, കൈനാട്ടി ആ ചോറോട് ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വമ്പൻ ട്രാഫിക് ബ്ലോക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബോസ്റ്ററിംഗ് ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞ്. ഇത് അദാനി നേരിട്ട് മോണിറ്റർ ചെയ്തിട്ട് ഏത് കമ്പനി നമുക്കറിയില്ല വർക്ക് കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ആ ബോസ്റ്ററിംഗ് ബ്രിഡ്ജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ്. ഇനി പിന്നെ ആ ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് നമ്മൾ ഈ പില്ലറിൻ്റെ മുകളിലോട്ട് ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ കൂറ്റൻ അണ്ടർ പാസേജ് ഉണ്ട്. നമ്മുടെ തീരദേശം ഭാഗത്തേക്ക് കടപ്പുറം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ പാസേജിന് ആ അണ്ടർ പാസേജിൻ്റെ വർക്കും നടക്കാനുണ്ട്. ഇവിടെയൊക്കെ കണ്ട വാഹനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തെണ്ടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞു. നേരത്തെ ലെഫ്റ്റ് സൈഡിൽ ഈ ഭിത്തിയുടെ കോൺക്രീറ്റിങ് ആദ്യം കഴിഞ്ഞതാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കോൺക്രീറ്റിങ് കഴിഞ്ഞ ഭാഗത്ത് അവസാനമായിട്ട് കോൺക്രീറ്റ് ചെയ്താണ്. ഇനി അടുത്ത 3 വരിയുടെ ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ബോസ്റ്ററിംഗ് ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിൽ ഈ ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് നമ്മൾ കുറ്റിപ്പുറം പാലമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കേരളത്തിലെ അപൂർവം സ്റ്റീൽ പാലങ്ങളിലൊന്നാണ് ഈ റെയിൽവേ ക്രോസ് ചെയ്ത് വന്ന ഇത്തരം ബോസ്റ്ററിംഗ് ബ്രിഡ്ജുകളൊന്ന് കുറ്റിപ്പുറം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വടകരയിൽ ഈ ചോറോട് ഏരിയയിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള മറ്റൊരു ബ്രിഡ്ജുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മടപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ ഈ ബോസ്റ്ററിംഗ് ബ്രിഡ്ജ് ഇനിയിപ്പോൾ വാഗാടാണ് തോന്നുന്നത് ഇത് ലോഞ്ച് ചെയ്യാനുള്ള. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോസ്റ്ററിംഗ് ബ്രിഡ്ജിൻ്റെ പൂർണ്ണമായ സ്ട്രക്ചർ ഇപ്പോൾ കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു ട്രെയിന് കൂടി പാസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് റെയിൽവേയുടെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു കൃത്യമായ ഒരു സമയത്തിനുള്ളിൽ ലോഞ്ച് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ പില്ലറിൻ്റെ കുറച്ച് വർക്ക് എന്തൊക്കെയോ ചെറിയ വർക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ഇത് ലോഞ്ച് ചെയ്യാതെ നിൽക്കുന്നത് എന്നതാണ് നമുക്ക് ചില ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല. ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് കാര്യങ്ങൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഓഫ്ലോഡ് ചെയ്ത് വെച്ചത് കണ്ടോ.
അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മഴക്കാലത്ത് നല്ലോണം ബുദ്ധിമുട്ടി ഒരുപാട് ടൈം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.